മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഇത് എത്ര ബ്രോ? 13 സ്പീഡ്. 13 സ്പീഡ് അല്ലേ? 13 സ്പീഡിന്റെ കെൻവർത്ത് 800 2012. എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ? സോഫാർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹൈവേ ലോഗ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ കുറച്ച് നാളായി നമ്മുടെ വീഡിയോസും എല്ലാമായിട്ട് നമ്മൾ വന്നിട്ട് അതിനെല്ലാം കാര്യങ്ങൾ ഇച്ചിരി മുന്നോട്ട് പറയാം കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും രാവിലെ 5 മണി 5:30 നമുക്ക് ഒരു യാത്ര പുറപ്പെടാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ്. പുറത്തൊക്കെ നല്ല മഞ്ഞ. അപ്പോൾ നമുക്കെന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി ബാക്കി വിശേഷങ്ങൾ വഴിയേ പറയാം. എന്തായാലും എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ചെറിയ രീതിയിൽ സ്നോ ഉണ്ടായിരുന്നു. എന്തായാലും ദൈവാനുഗ്രഹിച്ച് ഇപ്പോൾ പെയ്യുന്നില്ല. പക്ഷെ ഉണ്ട് കേട്ടോ. വെട്ടത്തിൻ്റെ അങ്ങോട്ട് നോക്കിക്കേ. എൻ്റെ അമ്മേ, നമ്മുടെ ജീപ്പൊക്കെ ആകെ മഞ്ഞ് മൂടി കിടക്കുക. ആ മഞ്ഞൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തരാം. കുറച്ച് നേരം ഒന്ന് ചൂടാവട്ടെ. രാവിലെ തന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റാർട്ടറിന് വേണ്ട കംപ്ലൈൻ്റ് ആയിരുന്നു. ബാറ്ററിയൊക്കെ ആവശ്യത്തിന് ഉണ്ടായിരുന്നു. പിന്നെ അടി കയറി ആ സ്റ്റാർട്ടറിൻ്റെ വയറാലൊക്കെ ഒന്ന് തൊട്ട് തലപടി. ഇപ്പോൾ വണ്ടി എന്തായാലും സ്റ്റാർട്ടായി. വണ്ടി ഒന്ന് ചൂടാവട്ടെ. നേരത്തേക്ക് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം നമുക്ക് പോകാനുള്ള. എന്താ റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ ചെളി നിറഞ്ഞ് കിടക്കണ പോലെയാണ് ഈ സ്നോ അടിച്ച് കിടക്കണത് കേട്ടോ. അപ്പം ശരിക്കും 4 വീൽ ഡ്രൈവ് വണ്ടി ഉണ്ടായ രസമാണ്. 4 വീൽ ഡ്രൈവ് ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓൾ വീൽ ഡ്രൈവ് ആയാലും വേണം. പക്ഷേ മറ്റേ രണ്ടും ഫ്രണ്ടോ റെയറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടുപോട്ടോ, പെട്ടെന്ന് കറങ്ങുള്ളൂ. അങ്ങനെ നമ്മൾ ഹൈവേ കയറിട്ടോ. ഹൈവേ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെയൊക്കെ അത്യാവശ്യം എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതായത് മഞ്ഞുന്നര വണ്ടികളുണ്ടല്ലോ അതുവഴി. ശരിക്കും നമ്മുടെ വീഡിയോസൊക്കെ ഈ മഞ്ഞിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ആൾക്കാർ ദൈവമേ കാനഡയിലെ അവസ്ഥ ഉണ്ടോ ഇതാണോ എന്നൊക്കെ ഇങ്ങനെ പറയുക. പക്ഷേ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ നല്ല മൺസൂൺ കാലത്ത് വെള്ളം കയറി കഴിയുമ്പോഴത്തേക്കുള്ള ഒരു ഇതുണ്ടല്ലോ, അതുപോലെയാണ് വിൻ്റർ കാലഘട്ടം ഇവിടെയും. നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആ മഞ്ഞ് കൂടി കിടന്ന സ്ഥലത്തേക്കൂടെയൊക്കെ നമ്മൾ വണ്ടി ഓടിച്ചിങ്ങ് പോകുന്നില്ല. അതൊക്കെ രസമാണ്. നമ്മൾ വെള്ളത്തിൽ കൂടെയൊക്കെ വണ്ടി ഓടിച്ച് അതെന്ന് പറഞ്ഞാൽ വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യമല്ല കേട്ടോ. എന്നാലും ചെറിയ പാടത്തൊക്കെ വെള്ളം കയറി കിടക്കുമ്പോഴത്തേക്കും ഈ ജീപ്പും കൊണ്ടൊക്കെ കിടന്ന് കറക്കാനൊക്കെ ഒരു രസമല്ലേ. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ മഞ്ഞത്ത് കിടന്ന് ഡ്രിഫ്റ്റ് ചെയ്യാനും കറക്കാനും അതൊക്കെ നമുക്കൊരു രസമുള്ള പരിപാടിയാണ്. ഓറഞ്ച് വില്ലൊക്കെ എത്താറാകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ല സ്നോയാണ് കേട്ടോ. ഓറഞ്ച് വില്ലെത്തിയാൽ പിന്നെ നമുക്ക് ഡബിൾ ലൈൻ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അവിടം വരെ പക്ഷെ സിംഗിൾ ലൈനാണ്. അങ്ങനെ നമ്മൾ വേണ്ട ഈ ആട് എത്തുമ്പോഴത്തേക്കും കറക്റ്റ് ജോമറ്റുമായി ഇപ്പോഴാണ് വരുന്ന കേട്ടോ. ഓ മൈ ഗോഡ് സാറേ, വളരെ കാലത്തിന് ശേഷം സീലെടുത്തല്ലേ? ഞാൻ വീണ്ടും മറന്നുപോയായിരുന്നു. വണ്ടി ഹീറ്റിങ്ങിന്റെ പ്രശ്നം ഉണ്ടോന്നല്ലാതെ ഹീറ്റിങ്ങിന്റെ പ്രശ്നമില്ല. ഇത് എന്നാ സംഭവം എന്നറിയോ? ഈ സ്റ്റാർട്ടറിന് അടിയിൽ കുറെ വള്ളികളില്ലേ, നമുക്ക് ഈ മോഡേൺ കാറുകൾ പോലെ ഇതിന്റെ അടിയിലൊന്നും കവറിങ് ഇല്ലല്ലോ. മനസ്സിലായി? അടിയെല്ലാം ഓപ്പൺ ആയതുകൊണ്ട് ഈ വിന്ററിലെ നല്ല കാറ്റടിക്കുമല്ലോ സ്നോ കൊണ്ടുള്ള. ആ കാറ്റടിക്കുമ്പോൾ വയറിലൊക്കെ ഒന്ന് കുലുക്കം വരും. അപ്പൊ ചിലപ്പോൾ ഒരു ലൂസ് കണക്ഷനൊക്കെ പോലെ അല്ലെ ഈ മഞ്ഞടിച്ച് തെറിച്ചിട്ടേ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ. എന്തായാലും നമ്മുടെ വണ്ടി മഞ്ഞ് മൂടി കിടക്കുകയാണ്. മഞ്ഞത്ത് നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്രാവശ്യം വ്ളോഗ് ചെയ്യാൻ പോണത്. എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ചില്ലയിലൊക്കെ സ്നോ പിടിച്ചിരിക്കണ കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇപ്രാവശ്യത്തെ നമ്മളെ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ നെവാഡയിലെ ഡേറ്റൺ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് ഇൻഡർസ്റ്റേറ്റ് 80 എന്ന് പറയുന്ന റൂട്ടിൽ കൂടെയാണ്. നമ്മൾ സാധാരണ പോകാറുള്ള ചിക്കാഗോ, അവിടുന്ന് അയോവ, നെബ്രാസ്ക ആ റൂട്ടുണ്ടല്ലോ. വെതർ ഇപ്രാവശ്യം അടിപൊളിയാണ്, പ്ലസ്സാ എല്ലാം ആ ഏരിയയിലേക്ക് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഈ സാധനം എപ്പോൾ വേണേലും മാറാം. നമ്മുടെ നാട്ടിൽ പറയാറുള്ള പോലെ പെയ്യാനും പെയ്യാണ്ടിരിക്കാനും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ പോലെ. കഴിഞ്ഞ ഓലൊക്കെ ഉണ്ടോ സാറേ?
ആണോ? വെരി ഗുഡ്. ഒരു ബക്കിൾ ഓപ്പൺ ആയിരുന്നു. ആ ഹാ ഹാ. അപ്പോൾ 10-15 മിനിറ്റ് വരെ ഹീറ്റിങ്ങിലിട്ട് വണ്ടിയുടെ വാട്ടർ ടെമ്പറേച്ചർ എന്തായാലും ഒന്ന് അനങ്ങി തുടങ്ങി കേട്ടോ. അതുകൊണ്ട് നമുക്ക് പയ്യെ പോയി ഹുക്ക് ചെയ്തേക്കാം. ഈ ആട് മുഴുവൻ തെന്നിത്തെറിച്ച് കിടക്കുക. ഐസ് മുഴുവൻ വീണിട്ട്, സ്നോ മുഴുവൻ വീണിട്ട്, നമ്മുടെ ഇവിടെ ആസ്ഫോൾട്ടും അല്ലല്ലോ, ടാറല്ലാത്തതുകൊണ്ട് പറയണ്ട. നമ്മൾ സൂക്ഷിച്ചു വെച്ചാലേ നിന്ന് കറങ്ങും കേട്ടോ. വേണ്ട, നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ST5139 എന്ന് പറയുന്ന ട്രെയിലറാണ് നമ്മൾ ഇപ്രാവശ്യം ഹുക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫ്ലോർ ഉണ്ടല്ലോ, നിലം ലിറ്ററലി ഐസും പാളിയാ കേട്ടോ. നിന്ന് കറങ്ങാന്ന് പറഞ്ഞാൽ നിന്ന് കറങ്ങുമായിരിക്കും, യാതൊരു ട്രാക്ഷനും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഇച്ചിരി സ്പീഡിൽ, സാധാരണ നമുക്ക് സമ്മർ ചെയ്യുന്നതിനേക്കാളും ഇച്ചിരി സ്പീഡിൽ കയറ്റിയൊക്കെ ഇടിച്ചാലേ ഇത് ഹുക്കാവുള്ളൂ. സെറ്റ്. സിനിമ ഇപ്രാവശ്യം ഏതാ കണ്ടു? മറ്റേ പ്രണാം മോഹൻലാലിന്റെ മറ്റേ ഡിസൈറിയോ ആ പടം കണ്ട്. ആ സത്യം, അത് കൊള്ളാം സത്യം. അതാണ് കഴിച്ചിട്ട് മൈൻഡ് മാറണം ഒന്നും എല്ലാം കഴിക്കാൻ വേണ്ടിട്ട്. അതെ ഈടാ വണ്ടി എടുക്കാറാകുമ്പോഴത്തേക്കും വേണ്ട കണ്ടോ മഞ്ഞ് വീണ കണ്ടോ, നല്ല കിടുക്കനായിട്ടാണ് മഞ്ഞ് വീണ കേട്ടോ. അതിശക്തമായ കാറ്റും മഞ്ഞ് പെയ്ത്തും തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് പെട്ടെന്ന് വണ്ടി എടുത്ത് പോയേക്കാം. ഈ ആഴ്ച 80 വെതർ നല്ലതെന്നാ പറഞ്ഞത്. നമ്മള് 80 അല്ലേ പോകുന്നേ? ആ വേണ്ട, 10-15 ഡിഗ്രി ഒക്കെ ഉണ്ടോ മറ്റേ വയോമിങ് ഏരിയ ഒക്കെ. തമ്പുരാനറിയാം. സിനിമയൊക്കെ കണ്ട് ചായയൊക്കെ കുടിച്ച് വീട്ടിൽ ഇരിക്കാൻ പറ്റിയ കാലാവസ്ഥ. നമ്മൾ പാവങ്ങൾ. അപ്പോൾ ഉച്ച കഴിഞ്ഞ് 3-3:30 ആയി കേട്ടോ. നമ്മൾ ബോർഡർ എല്ലാം ക്രോസ് ചെയ്ത് മെഷീനിലെത്തി. അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് നാളായി നമ്മുടെ വീഡിയോസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാന്ന് പറയണത്, വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇമോഷണലി ഒരു ഇച്ചിരി ഡൗൺ ആയിപ്പോയെന്ന് പറഞ്ഞാൽ പല പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ. അപ്പം നമ്മുടെ മൈൻഡ് ഫ്രീ ആണ്, ഹാപ്പി ആണെന്നുണ്ടെങ്കിലല്ലേ നമുക്ക് വ്ളോഗ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അതിനൊക്കെ ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പം പല പല കാരണങ്ങൾ അതാണ്. അപ്പം ഒന്നിനും മൈൻഡില്ലായിരുന്നു. ഇന്നിപ്പം രാവിലെ വ്ളോഗ് ചെയ്യാൻ നേരത്ത് തന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ നേരത്ത് ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്നാ ഈ വലിയ വലിയ ആൾക്കാരൊക്കെ പറയണ പോലെ ക്രിയേറ്റീവ് ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് എന്താ സംസാരിക്കേണ്ടത്, അല്ലെ ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യാൻ നേരത്ത് ഉണ്ടാകുന്ന നമ്മുടെ ഒരു ടെൻഷനൊക്കെ പോലത്തെ പല ഫീലിങ്സും ആയിരുന്നു വ്ളോഗ് ചെയ്യാൻ നേരത്ത്. പിന്നെ രണ്ടും കൽപ്പിച്ച് നമുക്ക് അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ലല്ലോ. പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോസ് ഇറങ്ങാണ്ടിരുന്നപ്പോഴത്തേക്ക് ഒത്തിരി പേര് നമ്മളെ മെസ്സേജ് അയച്ച് പേഴ്സണലി അറിയാവുന്നവർ വാട്സാപ്പിൽ കൂടെയും അല്ലെ ഇൻസ്റ്റഗ്രാമിൽ കൂടെയും അല്ലെ കമൻ്റ് ആയിട്ടും ഒക്കെ എന്ത് പറ്റി, എന്താ നിങ്ങളുടെ വീഡിയോ ഇല്ലാത്തതെന്ന് അന്വേഷിച്ച കുറേ പേരുണ്ട്. അവർക്കെല്ലാം മനസ്സിൽ നിന്ന് ഒത്തിരി നന്ദി കേട്ടോ. കാരണം നിങ്ങളുടെ ആ ഒരു സ്നേഹമാണ് വീണ്ടും നമുക്ക് അതങ്ങ് പോട്ടേന്ന് വെച്ച് വിടണ്ട. നമ്മൾ ഇത്രേനുമൊക്കെ ബിൽഡ് ചെയ്തുകൊണ്ട് വന്നാലേ നമുക്ക് ഇത് പയ്യെ അതിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു മോട്ടിവേഷൻ എനിക്ക് തന്നെ തോന്നാൻ തുടങ്ങിയതും.
അപ്പോൾ എന്തായാലും ഈ ഒരു യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വരാനുണ്ട്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ഇപ്രാവശ്യത്തെ കനത്ത സ്നോ തുടങ്ങുന്നതിന് മുമ്പ് നല്ല അടിപൊളി ഫോൾ സീസൺ ആയിരുന്ന സമയത്ത് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ടാങ്കർ ട്രക്കിൽ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് പോയായിരുന്നു. നമ്മുടെ കുറച്ച് കൂട്ടുകാർ ഇവിടെ വെള്ളം ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാങ്കർ ലോറിയുടെ എക്സ്പീരിയൻസ്, നല്ല അടിപൊളി കെൻവർത്ത് മാനുവലൊക്കെ ആയിരുന്നു വണ്ടി. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫുട്ടേജസ് ഉണ്ട് കേട്ടോ. അതൊക്കെ എഡിറ്റ് ചെയ്ത് വരാൻ സമയത്ത് കൊണ്ടുവരാൻ പറ്റില്ല, നമ്മൾ കുറച്ച് നാൾ ഇതുപോലെ ഒന്ന് ഡൗൺ ആയി പോയതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ആദ്യം പറഞ്ഞ് തീർത്തിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് മുന്നോട്ട് അടിപൊളിയായിട്ട് തന്നെ പോവാം. അപ്പോൾ നമ്മുടെ സ്ഥിരം കാലിഫോർണിയ യാത്രകളെല്ലാം ചെറിയ രീതിയിൽ ബോറിംഗ് ആയി തുടങ്ങി എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവതരിപ്പിക്കുന്ന പുതിയ സീരീസ് ടാങ്കർ ലോറി സീരീസ്. അപ്പോൾ ടാങ്കർ ഓടിക്കുന്നവരുടെ വിശേഷങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഒന്റാറിയോയിലെ ഹാമിൽട്ടൺ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അപ്പം ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ കുറച്ച് മലയാളി പിള്ളേർ ടാങ്കർ ലോറി ഓടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലിനോ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ് നമുക്ക് ഈ ഒരു അറേഞ്ച്മെന്റ് സെറ്റാക്കി തന്നത്. അപ്പോൾ ലിനോ ബ്രോ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഹാമിൽട്ടൺ എത്തി. അപ്പോൾ ഇവിടുന്ന് ഒരു ടിമോട്ടൻസിൽ നിന്ന് ഒരു കാപ്പി മേടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഓർത്താണ് വിചാരിച്ചിരിക്കണേ. അവിടെ ചെന്നിട്ട് അവരെ പരിചയപ്പെട്ട് അവരുടെ യാർഡെല്ലാം കണ്ട് അവരുടെ കൂടെ ഒരു യാത്ര, എന്നിട്ട് അവരുടെ വിശേഷങ്ങളെല്ലാം പറയുന്ന ഒരു വീഡിയോസ്, അതെല്ലാം ഒക്കെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. നമ്മളെത്തി. ഇതാണോ അല്ലെന്ന് നമുക്ക് നോക്കാം. മലയാളി അലന്റെ ഫ്രണ്ടാണോ? ആ, ഓക്കെ, നൈസ് മീറ്റിംഗ്. എന്റെ പേര് മാറ്റി എന്നാണ്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ ഓൾറെഡി വന്ന അലൻ, നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്ന അലൻ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പം അലന്റെ ഫ്രണ്ടാണുള്ളത്, ഞാൻ പേര് പെട്ടെന്ന് മറന്നുപോയി. അപ്പം വണ്ടിയുടെ പാർക്കിംഗ് നമുക്ക് കാണിച്ചു തന്നു. അവിടെ ചെന്ന് നമുക്ക് നമ്മുടെ കാർ പാർക്ക് ചെയ്തിട്ട് പുള്ളിനെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഒന്ന് പരിചയപ്പെട്ടിട്ട് പോയാലോ? ഓക്കെ. അപ്പൊ ഗൈസ്, ഇതാണ് ഇന്നത്തെ നമ്മളെ ബ്രോ. ഞാൻ പേര് പെട്ടെന്ന് അതിന്റെ ഇടയിൽ മറന്നു. ആഷിഖ്. നാട്ടില് എറണാകുളം, കാഞ്ഞിരമറ്റം. എന്റെ വീട് അറിയാവോ? ഇല്ല. പിറവം. അപ്പൊ പറഞ്ഞപ്പോ കാഞ്ഞിരമറ്റം പിറവം അടുത്താ കേട്ടോ, അല്ലേ? അടിപൊളി. എന്നാ നമുക്ക് പോയാലോ? ബൈ ദ വേ, നമ്മുടെ ചാനൽ അങ്ങനെ ഒത്തിരി കാണാത്ത ഒരാളാ. അപ്പൊ നമുക്ക് അങ്ങനെ എന്നാ പറയുന്നത്, നമ്മളെ കുറിച്ച് ഒത്തിരി സംസാരിച്ച്, അല്ല ബ്രോയുടെ ജോലിനെ കുറിച്ചും ഒക്കെ സംസാരിച്ച്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഇത് എത്ര ബ്രോ? 13 സ്പീഡ് അല്ലേ? 13 സ്പീഡിന്റെ കെൻവർത്ത് 2012. ഓക്കെ, അടിപൊളി. അപ്പൊ നമ്മള് വെള്ളം ഓൾറെഡി ലോഡഡ് ആണല്ലേ? വെള്ളം ലോഡ് ചെയ്ത് നമുക്ക് പോയേക്കാം. നമ്മൾ എങ്ങോട്ടാ പോണത്? നമ്മള് ഇവിടെ ബേസിക്കലി നമ്മളിവിടെ വെള്ളം ഡെലിവറി ചെയ്യുന്നത് കൂടുതലും റെസിഡൻഷ്യൽ കസ്റ്റമർ ആണ്, പക്ഷേ കൊമേഴ്ഷ്യൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ നമ്മൾ പോകുന്ന റെസിഡൻഷ്യലിലേക്കാണ്. റെസിഡൻഷ്യൽ എന്ന് പറയുമ്പോൾ റിമോട്ട് ആയിട്ടുള്ള സൈഡ്. റിമോട്ട് എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ ഒരു 8 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരു ബൗണ്ടറി ഉണ്ട്, അതിന്റെ അപ്പുറത്തേക്കൊന്നും സിറ്റി കണക്ഷൻ ഇല്ല. അപ്പൊ സിറ്റി വാട്ടർ ഇല്ലാത്തടുത്ത് അവരെല്ലാം ടാങ്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ടാങ്കിലേക്കാണ് നമ്മൾ വെള്ളം അടിക്കുന്നത്. ഈ വലിയ ടാങ്കാണ്. ഇതിപ്പോ ഈ 20,000 ലിറ്റേഴ്സ് ആണ് ഇത് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ചില ടാങ്കുകൾ ചിലപ്പോൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന 50,000 ലിറ്റേഴ്സിന്റെ കാണും, ചിലത് 20,000 ആണ്, ചിലത് 10,000 ആണ്. അപ്പൊ 10,000 ആണെങ്കിൽ നമ്മൾ 2 10,000 എടുക്കും. എനിക്കൊന്ന് 20 കൊല്ലമായിട്ട് ഇവരുടെ കസ്റ്റമർ ആണ് ഇവരെല്ലാം. അതായത് ഈ പറഞ്ഞ നമ്മളിപ്പോ ഇപ്പൊ 20 കൊല്ലമായിട്ട് കാരണം ഇവിടെ ഒന്നും വെള്ളമില്ല. അപ്പൊ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഇത് എന്താണ് ഇവിടെ എല്ലായിടത്തും വെള്ളം കിട്ടും സുലഭമായിട്ട്. അങ്ങനെയല്ല, സിറ്റി കണക്ഷൻ എല്ലാവർക്കും വാട്ടർ കണക്ഷൻ. അതായത് ആൾക്കാർ തിങ്ങി നിൽക്കുന്ന സ്ഥലത്ത് മാത്രമേ സിറ്റി കണക്ഷൻ കൊടുത്തിട്ടുള്ളൂ. എല്ലാ സ്ഥലത്തൊന്നും സിറ്റി കണക്ഷൻ ഇല്ല. അതിപ്പോഴും അവര് വെല്ലിലായിരിക്കും, ഒന്നെങ്കിൽ ബോർവെല്ലിലായിരിക്കും അല്ലെങ്കിൽ ടാങ്കിലായിരിക്കും. പക്ഷെ ബോർവെൽ വാട്ടർ എപ്പോഴും സോളിഡ് ആയിരിക്കും, ഭയങ്കര ഹാർഡ് വാട്ടർ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനകത്ത് ഈ പറഞ്ഞ പോലെ പൊട്ടാസ്യത്തിന്റെ ഇത് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിനറൽസിന്റെ ലെവൽ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആ വെള്ളം നമുക്ക് ലോണ്ടറിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെടിക്കോ ഒന്നും ഒഴിക്കാൻ പറ്റത്തില്ല. ബേസിക് വാഷിന് എന്തെങ്കിലും പറ്റും, അതേപോലെ എന്താണ് ഗരാജ് വാഷ് ചെയ്ത് അങ്ങനത്തെ വാഷിനൊക്കെ പറ്റും, പക്ഷെ അല്ലാതൊന്നും പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവര് ടാങ്ക് കൂടെ ഉണ്ടാവും. അപ്പൊ ടാങ്കിലേക്ക് നമ്മൾ വെള്ളം കൊടുക്കും. കുടിവെള്ളത്തിനും ഇത് കുടിവെള്ളമാണ്. ഇത് നമ്മൾ സിറ്റിയുടെ വാട്ടർ. അത് സിറ്റിയുടെ കണക്ഷൻ നമ്മുടെ ഈ കമ്പനിയിൽ ഒരു എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ട്, അത് ഇവരെടുത്തേക്കുന്നതാണ്, സിറ്റി ത്രൂ എടുത്തേക്കുന്നത്. സിറ്റിക്കാരത് ഇൻസ്പെക്ഷൻ വരും, അവരുടെ ഔട്ട്ലെറ്റ് ആണിത്. അപ്പൊ സിറ്റിയിൽ നമ്മൾ വെള്ളം എടുക്കും, നമ്മളവിടെ കൊടുക്കും. നമ്മളൊരു സിറ്റിയും റെസിഡൻഷ്യൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കസ്റ്റമേഴ്സിന് ഇടയ്ക്ക് ഒരു ഇന്റർമീഡിയറ്റ് മാത്രമാണ്. അങ്ങനെയാണ് നമ്മുടെ ബേസിക് ഒരു വർക്കിന്റെ ഒരു ഇത്. ഫാമിലി ഓൺഡാണോ അതോ? ഇത് ഫാമിലി ഓൺഡ് ബിസിനസ് ആണ്. ഇവിടെ നമ്മുടെ മെക്കാനിക് ആണ് താമസിക്കുന്നത്. മെക്കാനിക് ഇവിടെ താമസിക്കുന്നു. പിന്നെ ഇത് നമ്മുടെ ഓഫീസ്. മെക്കാനിക്കിന് വേറെ വർക്കും ഉണ്ട്, പക്ഷെ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ മൊബൈലായിട്ട് പുള്ളി എപ്പോഴാണെങ്കിലും അവൈലബിൾ ആണ്. അത് ശരിയാ, നമുക്ക് പോയാലോ? പോയേക്കാം. ഓക്കെ.
പ്രോ ട്രക്ക് ഡ്രൈവർ അല്ലേ? ഞാൻ ട്രക്ക് ഡ്രൈവറാ. ഞാൻ പക്ഷെ സാറിന് ഞങ്ങൾ ഒരു പീറ്റർ ബിൽറ്റ് നല്ല വണ്ടിയാണോ? കുഴപ്പമില്ല, ഓടിച്ചിട്ടില്ല പീറ്റർ ബിൽറ്റ്. ഹൈവേ വണ്ടിയാ. കുറച്ച് ബോറടിക്കും. പക്ഷെ ഹൈവേയിൽ ഓടിക്കുമ്പോഴേ നമുക്ക് ഇത്രയും ദൂരം പോകണ്ടല്ലേ? അതെ അതെ അതെ. ദൂരെയൊക്കെ യാത്ര വരുമ്പോഴത്തേക്കും പാടാ. എനിക്ക് പാടാ. ഞാൻ പേഴ്സണലി എൻജോയ് ചെയ്യുന്ന ആളല്ല. ഓക്കെ ഓക്കെ. ഒരു പൈപ്പ് പൊങ്ങിക്കുന്ന ഒരു വൈറ്റ് ക്യാപ്പ് ഉണ്ടോ? കണ്ടു കണ്ടു കണ്ടു. പിന്നെ വേഗം പണി തീർത്ത് വീട്ടിൽ പോയി ഇരിക്കാന്നുള്ളതാണ്. ഇതിവിടെ ഹാമിൽട്ടൺ ഈ ഭാഗത്ത് വന്നിട്ടുണ്ടോ? ഹാമിൽട്ടൺ ഇടയ്ക്ക് ആൾക്കാരൊക്കെ ഈ ഏരിയയിലേക്ക് വന്നിട്ടില്ല. ഇത് മൗണ്ടനിലെ ഏറ്റവും ഒരു മേജർ ആയിട്ടുള്ള ഒരു എന്താ റോഡാണ് ഇത്, റൈമൽ റോഡ് എന്ന് പറയും. ഇത് മൗണ്ടനിലുള്ള ഏറ്റവും മേജർ ആയിട്ടുള്ള റോഡാണ്. അതെ അല്ലേ? ഇത് ഒരുപാട് ഇത് ഇച്ചിരി, അതായത് എനിക്ക് തോന്നുന്നു അങ്ങോട്ട് എവിടെയും പോയി കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ 4-way ലൈനുള്ള സ്ഥലം ഇല്ല. അപ്പൊ ബ്രോ സാധാരണ ഇതിൽ എങ്ങനെയാ ഷിഫ്റ്റ് തുടങ്ങുന്നതൊക്കെ? എപ്പോഴാ ഷിഫ്റ്റ്? നമ്മള് ഒരു 6 മണി 6:15 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, രാവിലെ. എപ്പോ തീരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോ വർക്ക് തീരും അപ്പോഴാണ് നമ്മൾ പോകുന്നത്. മൺഡേ ടു ഫ്രൈഡേ അല്ലേ? മൺഡേ ടു ഫ്രൈഡേ അല്ല, സാറ്റർഡേയും വർക്ക് ചെയ്യും, സൺഡേയും വർക്ക് ചെയ്യും. അത് നമ്മുടെ വേറെ വണ്ടിയാ വരുന്നത്. അതാണ് അലൻ. റെഡ് വരുന്നില്ല, ശരി. നമ്മുടെ സെയിം പോലത്തെ വണ്ടി അത്. ശരി ശരി. അപ്പൊ ഈ വിന്ററിലൊക്കെ ഇത് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾഡ് ആണോ ടാങ്കർ? അല്ല. അപ്പൊ നമ്മൾ വിന്ററിലൊക്കെ നമ്മൾ വെള്ളം ഹോൾഡ് ചെയ്യുന്നല്ലേ ഉള്ളൂ, നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല. അതായത് നമുക്ക് മാക്സിമം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു 1/2 hour ഡ്രൈവ് ഉള്ളൂ അതിനുള്ളിൽ എല്ലായിടത്തും. ഓക്കെ, 1/2 hour ചുറ്റളവിൽ നമ്മൾ പോകും. മാക്സിമം ഒക്കെ പോകുന്നത് 1 hour ആണ് മാക്സിമം. അതും പക്ഷെ റെയർലി പോകും. അപ്പൊ ആ സമയത്തുള്ളിൽ വെള്ളം ഫ്രീസ് ആവത്തില്ല. പിന്നെ വെള്ളം നമ്മൾ റണ്ണിങ് വാട്ടർ ആണല്ലോ, അതായത് സിറ്റിന്ന് വരുന്ന വെള്ളമല്ലേ. അപ്പൊ അത് പെട്ടെന്ന് ഫ്രീസ് ആവത്തില്ല. അപ്പൊ അത് ഒരു ടൈം എടുക്കും എന്തായാലും ഫ്രീസ് ആവട്ടെ. ഓവർനൈറ്റ് ഇടുവാണെങ്കിൽ ഫ്രീസ് ആവും, പക്ഷെ അല്ലാത്ത വശം ഫ്രീസ് ആവത്തില്ല. അപ്പൊ നമ്മള് രാവിലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, വെള്ളം ലോഡ് ചെയ്യുന്നു, ഡെലിവറി കഴിഞ്ഞ് നമ്മള് വെള്ളം എംപ്റ്റി ചെയ്യും, ട്രക്ക് മൊത്തം എംപ്റ്റി ചെയ്യും. അത് ഫുൾ എംപ്റ്റി ചെയ്തിട്ട് നമ്മൾ പാർക്ക് ചെയ്യും. അപ്പൊ കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ പറഞ്ഞില്ല, കുറച്ച് വെള്ളമൊക്കെ ചിലപ്പോ പമ്പിനകത്ത് എവിടെ ഇരിപ്പുണ്ടാവും. അപ്പൊ നമ്മള് ചൂടുവെള്ളം ഒഴിച്ച് തോ ചെയ്യും. നമ്മള് ചൂടുവെള്ളം എപ്പോഴും ക്യാരി ചെയ്യും വിന്റർ ആകുമ്പോൾ. കാരണം നമ്മൾ ഈ ഹോസ് കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹോസിന്റെ എൻഡിലൊക്കെ വെള്ളം ഫ്രീസ് ആവും. അപ്പൊ അത് ഫ്രീസ് ആയി കഴിഞ്ഞാൽ കണക്ട് ആയി കിട്ടത്തില്ല. കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ നമുക്കിത് പരിപാടി നടക്കത്തില്ല. പിന്നെ നമ്മളും പുറത്താണ് നിൽക്കുന്നത്, തണുപ്പത്താ. കുറച്ചു കഴിയുമ്പോൾ നമുക്കും തണുക്കും. പിന്നെ നമ്മള് ഡീൽ ചെയ്യുന്ന വെള്ളമായിട്ടാണല്ലോ, വെള്ളമായിട്ട് തണുക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളെപ്പോഴും ചൂടുവെള്ളം ക്യാരി ചെയ്യും. ചൂടുവെള്ളം ഉള്ളപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തോ ചെയ്ത് പെട്ടെന്ന് പരിപാടി നടത്തും. ചൂടുവെള്ളം എങ്ങനെ ക്യാരി ചെയ്യും? നമ്മൾ ചെയ്യുന്ന പ്ലാസ്റ്റിനകത്തല്ല, നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വിൻഷീൽഡ് വാഷറിന്റെ ക്യാനില്ലേ, ആ ക്യാൻ നമ്മൾ 2-3 കൈ വെച്ചിട്ടുണ്ടാവും. അതിനകത്ത് ചൂടുവെള്ളം നിറയ്ക്കും. ഓരോ ലോഡിനും ചൂടുവെള്ളം നിറച്ചിട്ട് പോകും, തിളച്ച വെള്ളം നിറച്ചിട്ട് പോകും. അപ്പൊ ഒരു ലോഡിനത് മതി. ഓക്കെ ഓക്കെ ഓക്കെ. വിന്ററിൽ ഇച്ചിരി പാടായിരിക്കും അല്ലേ? കാരണം ഈ വെള്ളമുണ്ട്, അതാണ് അത് പുറത്തുനിന്ന് പണിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മഞ്ഞല്ലേ, ഇവിടെ ഒന്നും മറ്റേ സിറ്റി ക്ലീൻ ചെയ്താൽ പെട്ടെന്ന് ക്ലീൻ ചെയ്യില്ല. അപ്പൊ വണ്ടി സൂക്ഷിച്ചു പിടിച്ചില്ല, വണ്ടി ചിലപ്പോൾ നിക്കത്തില്ല. ഉദ്ദേശിച്ചെടുത്ത് ബ്രേക്ക് പിടിക്കുമ്പോൾ ചിലപ്പോൾ നിക്കണമെന്നില്ല. മഞ്ഞല്ലേ, അത്രയും മഞ്ഞ് കിടക്കുമല്ലേ. പിന്നെ നമ്മുടെ ഈ വെയിറ്റ് പുഷ് ചെയ്യുക ട്രക്ക്. അപ്പൊ നമുക്ക് ഉദ്ദേശിച്ചെടുക്കുമ്പോൾ വണ്ടി നിക്കണമെന്നില്ല. അപ്പൊ അതനുസരിച്ച് വേണം വണ്ടി മുൻകൂട്ടി ഓടിക്കാനായിട്ട്. അപ്പൊ അവിടെ ബ്രേക്ക് പിടിക്കുന്ന ഞാൻ ഇപ്പഴേ ചിന്തിക്കണം എന്ത് ചെയ്യണം. അടുത്ത വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ സൈഡിലോട്ട് കയറ്റാന്നുള്ളതേ ഉള്ളൂ, നമ്മൾ എന്ന് ഇടിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ മിക്കയിടത്തും നമ്മൾ ബാക്കിങ് ചെയ്യേണ്ടി വരും. നമുക്ക് ഈ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റണമെന്നില്ല. ബാക്കിങ് ചെയ്യുന്നിടത്ത് ഈ പറഞ്ഞ നമുക്ക് ചിലപ്പോൾ അറിയത്തില്ല എവിടെയായിരിക്കും റോഡ്. അപ്പൊ അങ്ങനെ നമ്മളെ ഇറങ്ങി ഞാൻ സാധാരണ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഒരു വടി വെച്ചെല്ലാം മാർക്ക് ചെയ്യും, അല്ലെങ്കിൽ കാല് വെച്ചെല്ലാം നടക്കും. അപ്പൊ ഫ്രഷ് മഞ്ഞാണ് നടന്നു കഴിയുമ്പോൾ ആ മാർക്കാന്നറിയാം. അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഒരു വണ്ടി പുറത്തിറങ്ങണം. അപ്പൊ ആ ടയർ മാർക്ക് വെച്ചിട്ട് എനിക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഓക്കെ, എങ്ങോട്ടാ ബാക്ക് റോഡ് ഡിച്ചില്ലാത്ത സ്ഥലം. അല്ലെങ്കിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ പെട്ടു. പിന്നെ നമ്മൾ അടുത്ത നമ്മുടെ വേറെ ഫ്രണ്ടിനെ വിളിക്കണം. അയാൾ ഫുൾ ലോഡ് ആയിട്ട് വന്നാൽ നമ്മൾ വലിച്ചിറക്കാൻ പറ്റുള്ളൂ. അയാൾ എം ടി ആണെങ്കിൽ വലിച്ചിറക്കാൻ പറ്റില്ല. പിന്നെ എല്ലാരും ഈ 1 hour ഡിസ്റ്റൻസിൽ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം എല്ലാം പിന്നെ പറഞ്ഞില്ലേ, ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമുക്ക്. എല്ലാം പ്രായമുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ വന്നോളും, അത് പ്രശ്നമില്ല.